ഈ ഇടത് മുന്നണി സ്വരാജിനെ കൊണ്ടുവന്നതിന് ശേഷം അവർക്കൊരു വലിയൊരു അവിടെ ഒരു കയറ്റം ഉണ്ടായിട്ടുള്ള കാര്യം സത്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം സ്വരാജിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അതിന് ഒരാഴ്ച മുന്നേ ഒരു അന്വേഷണം നടന്നത് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ്. ഡോക്ടർ മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഡോക്ടർ ഉണ്ട് ഇതിന് മുന്നേ തൃക്കാക്കരയിൽ. അപ്പോൾ അത് കഴിഞ്ഞു സ്വരാജ് വരുന്നു. പക്ഷെ സ്വരാജ് വന്നതിന് ശേഷം ഈ മുന്നണികളൊക്കെ മുഴുവൻ ഒന്ന് ചൂട് പിടിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് തന്നെ പറയാം. സ്വരാജിന് ആ ഒരു പ്രഭാവമുണ്ട്. അദ്ദേഹത്തിന്റെ നമ്മൾ പലതവണ സംസാരിച്ച് കഴിഞ്ഞാണ്. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം മത്സരിക്കുന്ന പാർട്ടി ചിഹ്നത്തിലാണ്. പിന്നെ സാമൂഹിക മാധ്യമങ്ങളിലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അദ്ദേഹം എവിടെ എന്ത് എഴുതിയാലും അതിന് റീച്ച് ഉണ്ട്. അത് മാത്രമല്ല പിന്നീട് സാംസ്കാരിക മേഖലയിൽ ഇടപെടൽ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇടപെടാൻ കഴിയുന്ന ആളാണ്. സ്വരാജിനോട് വ്യക്തിപരമായിട്ട് ഈ LDF പറയുന്ന പോലെ വ്യക്തിപ്രഭാവം കൊണ്ട് കുറച്ച് വോട്ടൊക്കെ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നാളെ അറിയാൻ പറ്റുള്ളൂ. നമുക്കിനി UDF ക്യാമ്പിലെ വിവരങ്ങൾ നോക്കാം എങ്ങനെയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു വിഭാഗം അതെ, തീർച്ചയായും. നമുക്ക് ആസിഫ് ഉണ്ട്. ആസിഫെ, 6 പഞ്ചായത്ത് ലീഡ്, നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം, ഇതാണ് UDFന്റെ പ്രതീക്ഷ. 3-ാം റൗണ്ടിൽ എത്തണമെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാകണം എന്നൊക്കെ നമ്മൾ ഈ പറയുമ്പോഴും വഴിക്കടവിലെ ആദ്യ 10 ബൂത്തുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ സൂചനകൾ അല്ലെങ്കിൽ ഏകദേശ ട്രെൻഡൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ? ഈ വഴിക്കടവിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 500 വോട്ടെങ്കിലും UDF ഒരു ലീഡിലേക്കൊക്കെ എത്തിയാൽ അമരത്ത് ഷൗക്കത്ത് എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ മറിച്ചിനി സ്വരാജ് ഒരു നേരിയ ലീഡെങ്കിലും നേടുകയാണെങ്കിൽ ഈ ചിത്രം മാറിമറിയാനും സാധ്യതയുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് UDFന്റെ അവസാനവട്ട കൂട്ടിക്കിഴിക്കലുകളും അവസാന ചിത്രവും ഒക്കെ ട്രെൻഡൊക്കെ എപ്പോൾ അറിഞ്ഞു തുടങ്ങാം? തീർച്ചയായും എന്തായാലും അമ്പലത്തേക്ക് എത്താതിരിക്കാൻ അമരമ്പലം തുണയ്ക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷയെങ്കിലും പക്ഷേ UDFന്റെ ക്യാമ്പ് വലിയ സജീവമായ കണക്കുകൂട്ടലാണ്. ഇപ്പോൾ കണക്ക് കൂട്ടി ഇപ്പോൾ 30,000 വരെയൊക്കെ എത്തിയ സാഹചര്യം പോലുമുണ്ട്. എങ്കിൽ പോലും അവരൊരു പഞ്ചായത്തുകളുടെ ഒരു നിലവിലുള്ള അവസ്ഥ പരിശോധിക്കുന്നുണ്ട് അവർ. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം വലിയ സജീവമായിട്ട് ഇപ്പോൾ ഉണ്ട്. അത് വലിയ രീതിയിൽ തങ്ങൾക്ക് വോട്ടായി മാറും. അതുമാത്രമല്ല UDFൽ യാതൊരു തരത്തിലുമുള്ള പടലപ്പിണക്കങ്ങളില്ല. ഈ മുസ്ലിം ലീഗ് ഇത്ര ശക്തമായി വർക്ക് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൻ്റെ ചരിത്രത്തിലില്ല എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മുന്നണിയിലെ ഐക്യം അത് വലിയ രീതിയിൽ വോട്ടായി മാറും. അതുകൊണ്ടാണ് അവർ ഏറ്റവും വഴിക്കടവ് മുതൽ ഇങ്ങോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതും അതുപോലെ വലിയ മികച്ച വിജയം നേടുമെന്ന് പറയുന്നത്. മാത്രമല്ല അൻവർ ഫാക്ടർ വർക്ക് ചെയ്താൽ പോലും 5000-ന് മുകളിൽ അല്ലെങ്കിൽ 5000-നും 12,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന്. അൻവർ ഫാക്ടർ അവരെ വലിയ രീതിയിൽ ബാധിച്ചാൽ പോലും അത്തരത്തിൽ ഭൂരിപക്ഷം നേടുമെന്ന് UDF കണക്ക് കൂട്ടുന്നതും അതോടൊപ്പമാണ്. മറ്റൊരു കാര്യം, ഈ നമ്മൾ നോക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനം കൂടിയ പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൽ 4 പഞ്ചായത്തുകളിൽ 3-ഉം LDFന് മേധാവിത്വമുള്ള പഞ്ചായത്തുകളാണ്. സ്വാഭാവികമായും പണ്ട് മുതലേ ഉള്ളൊരു അന്ധവിശ്വാസമെന്ന് നമുക്ക് പറയാം. പോളിംഗ് കൂടിയാൽ അത് UDFന് അനുകൂലവും പോളിംഗ് കുറഞ്ഞാൽ അത് LDFന് അനുകൂലവും എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു കണക്ക് കൂട്ടൽ ഇപ്പോഴും UDF നടത്തുന്നുണ്ട്. 4 പഞ്ചായത്തുകളിലാണ് പോളിംഗ് ശതമാനം കൂടിയിട്ടുള്ളത്. അത് നിലമ്പൂര്, പോത്തുകല്ല്, അതുപോലെ തന്നെ ചുങ്കത്തറ, അമരമ്പലമാണ്. അതിനകത്ത് ചുങ്കത്തറ ഒഴികെയുള്ള 3 പഞ്ചായത്തുകളും സ്വാഭാവികമായും 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും LDFന് കഴിഞ്ഞ തവണയൊക്കെ മേൽക്കൈ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത്തവണ അവിടെ പോളിംഗ് കൂടിയത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് എന്തായാലും UDFന്റെ ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. കൂടിയ പോളിംഗ് അവിടെയും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് എന്നാണ് UDFന്റെ ഒരു കണക്ക് കൂട്ടൽ. ആ കണക്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് UDFന്റെ ക്യാമ്പ് ഇത്തരത്തിൽ വലിയ മികച്ച ഒരു ഭൂരിപക്ഷം നേടുമെന്ന ഉള്ള പ്രതീക്ഷ. ഏതായാലും ആദ്യത്തെ 4 റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അമരമ്പലമോ പോത്തുകല്ലോ ഒക്കെ LDFന് അനുകൂലമായി വിധിയെഴുതിയാൽ പോലും തങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു മാർജിനുള്ള വിജയം UDFന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലേറ്റവും ആദ്യഘട്ടത്തിൽ പരസ്യമായി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് 15,000+ ആണ്. എന്തായാലും അതിൽ ആ ഒരു ഭൂരിപക്ഷം അവർ UDF കൃത്യമായി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്വാഭാവികമായി ഇനിയുണ്ടാകുന്ന ഭൂരിപക്ഷം മുഴുവൻ അത് ഭരണവിരുദ്ധ വികാരം അടക്കമുള്ളവ ആഞ്ഞിടിക്കുകയാണെങ്കിലും വലിയ ട്രെൻഡ് UDFന് അനുകൂലമായി ഉണ്ടാവുകയും ചെയ്താൽ മാത്രം ഉണ്ടാകുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, ഇനി ആ ലീഗിന്റെ വോട്ടൊന്നും UDFലേക്ക് എത്തില്ല, അത് ഈ സ്പ്ലിറ്റായി പോകുന്നൊക്കെ പറയുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? തീർച്ചയായും. എന്തായാലും UDF കണക്ക് കൂട്ടുന്നത് വലിയ രീതിയിൽ 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 UDF കണക്ക് കൂട്ടു
അതിൻ്റെ അകത്ത് ഇത്തവണ അതിലൊരു നമുക്കത് അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല. കാരണം പി വി അൻവറിൻ്റെ ആ ഒരു എന്താ പറയുക, അത് അത്രത്തോളം അത് ശരിയാകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിം ലീഗിന് ഇത്തവണ ആര്യാട ഷൗക്കത്തിന് എതിരെ വോട്ട് ചെയ്യാൻ എല്ലാ കാലത്തെയും പോലെ കാരണങ്ങളുണ്ട്. പക്ഷേ വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണത്തേക്കാൾ അവർക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സൂചന നൽകും. അപ്പോൾ മുസ്ലിം ലീഗ് അടങ്ങുന്ന മുന്നണിക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ഇത് വിജയിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മറ്റു ഒരു തരത്തിലുമുള്ള മുൻകാല തർക്കങ്ങളൊന്നും വേണ്ടതില്ല, മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള ഒരു ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യാട ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിടവ് നികത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം കുഞ്ഞാപ്പ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആസിഫ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലീഗിന്റെ പ്രവർത്തനം അല്ലേ നമ്മൾ എടുത്തു പറയണം. കാരണം എല്ലാ മുതിർന്ന നേതാക്കളും പി കെ ഫിറോസ് ഒക്കെ വന്നിട്ട് പിന്നെ പോയിട്ടില്ല. ഈ പോളിംഗിന്റെ അന്ന് വരെ നടക്കുന്ന കണ്ടാൽ ഏത് പാർട്ടിയാണെന്ന് സംശയം തോന്നും. സത്യം അങ്ങനെയായിരുന്നു. നല്ല പ്രവർത്തനം. ഒരേ കാറിലായിരുന്നു ഇവർ അന്ന്. പിന്നെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോഴും ഒരേ വാഹനത്തിലായിരുന്നു. അതെ. ഈ മാത്രമല്ല ശ്രീജിത്ത്, ഇപ്പം ഈ ആസിഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനിയിപ്പം അടുത്ത നിയമസഭ വരാൻ പോവുകയാണ്. ലീഗിനെ സംബന്ധിച്ച് എങ്ങനെയും ഭരണം അധികാരത്തിൽ തിരിച്ചെത്തിയേ കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് സ്വാഭാവികമായി കിട്ടുന്ന എല്ലാ മണ്ഡലങ്ങളും പിടിക്കുക എന്നുള്ളതാണ്. അതിൽ നിലമ്പൂർ ഒരു ഘടകമാണ്. എല്ലാ കാലത്തും UDF അധികാരത്തിൽ വന്നപ്പം നിലമ്പൂർ ഒപ്പം ഉണ്ടായിട്ടുണ്ട്.